ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. നിങ്ങളെ നല്ലൊരു ഈവനിങ് സ്നാക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പൊട്ടറ്റോയും സവാളയും ചെറിയ ഉള്ളിയും ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പഴുത്തിരിക്കുന്ന കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ആ കിഴങ്ങ് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ മാവിന് വേണ്ട ഐറ്റംസ് റെഡിയാക്കാം. നമ്മൾ എള്ളം ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഉപ്പിനാവശ്യത്തിന് ഉപ്പ് ചേർക്കുക, പിന്നെ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുക, മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രയും അളവാണോ വേണ്ടത് അത്രയും അളവിനെടുത്തോ കേട്ടോ. ഞാൻ ഈ അളവും കാര്യങ്ങളും പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും, ഓരോ എരിവുകളും ഓരോ ടേസ്റ്റുകളും ഒക്കെ ആയിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ ചിലർക്ക് ഉപ്പുണ്ടെന്ന് തോന്നും, ചിലർക്ക് ഉപ്പില്ലെന്ന് തോന്നും, അങ്ങനെയും വരാറുണ്ട് അല്ലേ. അപ്പം അവരവരുടെ ആവശ്യത്തിന് ഉള്ള എരിവും ഉപ്പും പിന്നെ എത്രയും വേണമെന്നുള്ള ക്വാണ്ടിറ്റിയും ഒക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ നമുക്ക് തവ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സവോളയും ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. എന്ന് വെച്ചാൽ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരുപാടങ്ങ് വാടിപ്പോവുകയും വേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് എന്താണ് നമ്മൾ പച്ചമുളകിൻ്റെ ഇതൊക്കെയാണെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ ഓർത്താണല്ലോ ഇതെല്ലാം കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എളുപ്പത്തിന് ഓടിപ്പോയി കടയിൽ പോയി കഴിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണല്ലേ. തന്നെയല്ല, കടയിൽ നിന്ന് മേടിക്കുന്നത് കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ. വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അവർ കുറച്ചെങ്കിലും കഴിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പിലയും ആ ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും, കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയാണെങ്കിൽ ഇടാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഗരം മസാല ഇട്ട് കഴിയുമ്പോൾ ആകെ കറി ചള കുളമാവും, കറിയല്ല നമ്മളുടെ സ്നാക്ക് കുളമായി പോകും കേട്ടോ. അതുകൊണ്ട് ഗരം മസാല കടയിലെ ആണെങ്കിൽ ഇടാതിരിക്കുകയാണ് നല്ലത്. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഈസ്റ്റേണിൻ്റെ വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് പ്രിഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ. ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നോക്കി മാത്രം എരിവ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം അവരാണല്ലോ ഇത് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിക്കിട്ട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് മമ്മിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മമ്മിയുടെ പെർഫെക്റ്റ് സ്നാക്കാണ് കേട്ടോ. മമ്മി ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം മമ്മിക്ക് ഉണ്ടാക്കാൻ പറ്റും, അതും അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബോൾസ് കിട്ടി കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് മമ്മി പരത്തിയെടുക്കുകയാണ് കേട്ടോ. മമ്മി പരത്തുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ലൊരു കുക്കാണ് കേട്ടോ മമ്മി. അപ്പോൾ നല്ലതുപോലെ പരത്തിയെടുക്കുക. ഞാനൊക്കെ ആണെങ്കിൽ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1000 തവണ ആ ചപ്പാത്തി പലകയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. മമ്മി എത്ര പറഞ്ഞു തന്നാലും അങ്ങനെയാണ്. കുറേ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുക. എന്നിരുന്നാലും കുക്ക് ചെയ്ത അവസാനം വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് ഞാനും കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. തേച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അമക്കി പിടിച്ച് തേക്കണ്ട, കാരണം ചിലപ്പോൾ ഒട്ടിപ്പോവും നമ്മളുടെ പലകയിൽ. മാവിൻ്റെ ഇത് ശരിയല്ലെങ്കിൽ, മാവ് കുഴച്ചതിൻ്റെ ആ പരുവം ശരിയല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ഓക്കെ ഇതുപോലെ ഇളകി വരും കേട്ടോ. അപ്പോൾ മമ്മി അത് നല്ല റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് ആ സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്താൽ മതി. ഒരുപാട് നീളമൊക്കെ ആണെങ്കിൽ നമ്മളുടെ തവയ്ക്ക് വലിപ്പം കുറവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇടാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഒരളവിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് കിട്ടാനും ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല രസമുണ്ടല്ലേ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതൊന്നും ഇതിൻ്റെ 7 അയലത്ത് വരില്ലെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കാണുമ്പോൾ തോന്നും വലിയ ആനക്കാരി എന്തോ ആണെന്ന്, പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മുങ്ങിക്കിടന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാലേ ഇതൊക്കെ റെഡിയാവും. അല്ലെങ്കിൽ എന്താണ്, എണ്ണയൊക്കെ കുടിച്ച് ആകെ ഒരു ടേസ്റ്റ് ഇല്ലാതെ എണ്ണയൊക്കെ പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയും എണ്ണയിൽ നമ്മളെ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കണം കേട്ടോ. ചിലപ്പോൾ തവയുടെയൊക്കെ അനുസരിച്ചിരിക്കും ചൂട്, ചിലപ്പം വങ്ങിപ്പോവാന്ന് പറയും, അങ്ങനെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം തവയുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെയൊക്കെ അനുസരിച്ച് ചൂട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളുടെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കടയിലും ഇത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. ചിലപ്പം വലിയ റേറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ.